ഹലോ ഗായ്സ്, ഈ ഇഫ്താറിന് ബ്രെഡ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കുറച്ച് ചില്ലി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അല്പം ചില്ലി പൗഡർ, ചിക്കൻ മസാല, ടർമറിക് പൗഡർ, അല്പം ഉപ്പ്, ചെറുനാരങ്ങ നീര് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഈ ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് വേറൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാളയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ടൊരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സവാള ചെറുതായി കളറ് ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അല്പം പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച ചിക്കന് ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്പം ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഫില്ലിങ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ് ഫില്ലിങ് വരുന്നത്. കുറച്ച് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ആ ബ്രെഡ് 2 ബ്രെഡ് ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ചേർത്ത് വെച്ച് വേണം കട്ട് ചെയ്യാൻ. ഇതുപോലെ ഞാൻ 4 വശവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ഉപ്പും കുരുമുളക് പൊടി കൂടി ചേർത്ത മുട്ടയിലോട്ട് ചേർത്ത് പിടിച്ച ഈ ബ്രെഡ് മുക്കിയെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും മുക്കിയെടുത്തതിന് ശേഷം അത് ഞാൻ ബ്രെഡ് ക്രംസിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും ഞാൻ ബ്രെഡ് ക്രംസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ വേറൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ച എല്ലാ ബ്രെഡ്സും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓരോ സൈഡും കുക്കാവുന്നതിനനുസരിച്ച് മറ്റേ ഭാഗത്ത് മറിച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലതും ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എല്ലതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് സെൻട്രലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ ബ്രെഡ്സും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ ഇഫ്താറിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.